ഹലോ സുഹൃത്തുക്കളെ, സുന്ദരമായ മൂന്നാറിൻ്റെ മണ്ണിൽ കൂടി നടത്തിയ യാത്രയെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇത് ഒരു ചെറിയ ചാനലാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. മൂന്നാറിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും അവിടുത്തെ സൗന്ദര്യം കൂടി വരുന്നതായാണ് അനുഭവപ്പെടുന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമവേദി ആയതിനാലാണ് മൂന്നാർ എന്ന് വിളിക്കുന്നത്. മൂന്നാറിൽ കാണുവാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ കൊളുക്കുമലയിലേക്കാണ്. കൊളുക്കുമല എന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, അത് ട്രെക്കിങ്ങിലൂടെ മാത്രമേ അവിടെ ചെല്ലുവാൻ സാധിക്കൂ എന്നുള്ളത്. കാരണം അത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കൊളുക്കുമല. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊളുക്കുമല. മൂന്നാറിനടുത്തുള്ള ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7130 അടി ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. ഈ മലയുടെ മുകളിൽ നിന്നാൽ മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം. വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് ഈ കൊളുക്കുമലയിലെ പ്രത്യേകത. നമ്മളീ കാണുന്ന ദൃശ്യം മൂന്നാറിൽ കൂടി നമ്മൾ കൊളുക്കുമലയിലേക്ക് പോകുന്ന വഴിയാണ്. ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. മുമ്പ് പറഞ്ഞ പോലെ എത്ര കണ്ടാലും മതിവരാത്ത ഈ പ്രദേശത്തുകൂടെ എത്ര യാത്ര ചെയ്താലും നമ്മൾക്ക് മടുപ്പ് അനുഭവപ്പെടുകയില്ല.
പരമ്പരാഗത രീതിയിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഓഫ് റോഡ് ജീപ്പ് യാത്രയോടെ മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയ്ക്ക് പ്രത്യേക മണവും രുചിയുമുണ്ട്. മേഘപാളികൾക്കിടയിലൂടെയുള്ള സൂര്യോദയം കാണേണ്ടത് തന്നെയാണ്. ഇത് കാണുവാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഏകദേശം 4 മണി ആയതേ ഉള്ളൂ. മനോഹരമായ സൂര്യോദയം ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ഉയരത്തിലുള്ളതുമായ തേയില ഫാക്ടറി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മീശപ്പുലിമല എന്ന ട്രെക്കിംഗ് കേന്ദ്രവും ഇവിടെ അടുത്താണ്. മൂന്നാറിൽ നിന്നും 35 കിലോമീറ്റർ അകലെ മാറിയാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സൂര്യനെല്ലി വരെയേ വാഹന സൗകര്യമുള്ളൂ. സൂര്യനെല്ലിയിൽ നിന്നും ടൂറിസം വകുപ്പിൻ്റെയും മറ്റും ജീപ്പുകൾ നമുക്ക് ഇവിടേക്ക് കിട്ടും. ഒരു ജീപ്പിന് 2500 രൂപ കൊടുക്കേണ്ടി വരും. 6 പേരെയേ ഒരു ജീപ്പിൽ കയറ്റുകയുള്ളൂ. നിങ്ങൾ തനിച്ചോ 2 പേർ ചേർന്നോ ആണ് വരുന്നതെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ഉണ്ട്. അവരുമായി ഷെയർ ചെയ്ത് യാത്ര ചെയ്യാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെളുപ്പിന് 4 മണിക്ക് തന്നെ സൂര്യനെല്ലിയിൽ എത്തണം എന്നതാണ്. സൂര്യനിങ്ങനെ മല മുകളിലൂടെ പൊങ്ങി വരികയാണ്. അതിശൈത്യമാണ് അവിടെ അനുഭവപ്പെടുന്നത്. എല്ലാവരും തണുത്ത് വിറച്ച് ആ മലമുകളിൽ നിൽക്കുകയാണ്. വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. ക്യാമറയിൽ എന്നാൽ അത്ര ക്ലിയറായിട്ട് നമുക്ക് കിട്ടത്തില്ല. നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗി നമുക്ക് അനുഭവപ്പെടും. തൊടുപുഴ, അടിമാലി, മൂന്നാർ വഴിയാണ് ഞങ്ങൾ പോയത്. ഈ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ സൂര്യനെല്ലി ടൗണിലെത്തി. അവിടെ വിവിധ റേറ്റിലുള്ള റൂമുകൾ ലഭ്യമാണ്. സൂര്യനെല്ലിയിൽ ഞങ്ങൾ റൂമെടുത്ത് അവിടെ റെസ്റ്റ് ചെയ്ത് പിറ്റേന്ന് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഞങ്ങൾ ജീപ്പ് സ്റ്റാൻഡിലെത്തി. ചില റൂമുകാർ അവർ തന്നെ ജീപ്പ് നമുക്ക് ബുക്ക് ചെയ്തു തരും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഇവിടെ തമിഴ്നാട് സംസ്ഥാനത്തിലെ തേനി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും റോഡ് മാർഗം കേരളത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അവിടെ എത്താൻ. എന്നാൽ മിക്കവാറും കൊളുക്കുമലയിൽ പോകുന്നത് പുലർന്നതിന് ശേഷമാണ്. കുറച്ച് സീനറിയുമൊക്കെ കണ്ടതിന് ശേഷം പോരുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. പോവുകയാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് തന്നെ അവിടെ എത്തണം. മഞ്ഞുപാളികൾക്കിടയിലൂടെയുള്ള സൂര്യോദയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സൗന്ദര്യമാണ്.
കന്യാകുമാരിയിൽ ചെല്ലുമ്പോഴുള്ള സൂര്യോദയം ഒരുപാട് അകലെ കടലിൻ്റെ അക്കരെ നിന്നും പൊങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ കുളുക്കുമലയിൽ നമ്മുടെ അടുത്തുള്ള മലയുടെ പുറകിൽ നിന്നും ഉദിച്ചു വരുന്നതായി നമുക്ക് തോന്നും. അത് വളരെ അടുത്തായി നമുക്ക് അനുഭവപ്പെടും. അവൾ ടെൻറ്റ് കെട്ടി താമസിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. മഞ്ഞത്തെങ്ങനെ അവിടെ കിടക്കും. ഇനി കുളുക്കുമലയിലെ കുറച്ച് സീനും കൂടെ കണ്ടിട്ട് നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. ഏറ്റവും ഉയരമുള്ള പ്രദേശത്തു കൂടിയാണ് ആ നടന്നു പോകുന്നത്. രണ്ട് സൈഡും അഗാധമായ കൊക്കയാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സൈഡ് കേരളവും മറു സൈഡ് തമിഴ്നാടുമാണ്. വലിയൊരു മലയുടെ മുകളിലാണ് നമുക്ക് നിൽക്കുന്നത്. കുറച്ചങ്ങോട്ട് മാറുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ആ ഇടവഴിയിലൂടെ നടന്ന് അങ്ങ് പോകണം. വലിയ കല്ലും ഒക്കെയാണ് വഴി നിറയെ. വളരെ ശ്രദ്ധിച്ച് അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ. തെന്നിയാൽ അങ്ങ് താഴെ ചെല്ലും. ഭയങ്കര അപകടകരവുമാണ്. പക്ഷേ അവിടെ ഗൈഡോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മനോഹരമായ സീനറികളാണ് അവിടെ ഉദിച്ചു വരും തോറും. കോടമഞ്ഞുണ്ട്. ഒരു സൈഡ് കോടമഞ്ഞും ഒരു സൈഡ് വെയിലുമായിട്ടാണ്. നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. ചെങ്കുത്തായ മലനിരകളാണ്. സഞ്ചാരികൾ എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ കൂടെ പെടന്നാൽ ഭയങ്കര തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ സൂര്യോദയമാണ്. പക്ഷേ ഇതങ്ങനെ അധികം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അങ്ങനെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പുലർച്ചെ 4 മണിക്ക് തന്നെ അവിടെ ചെന്ന് സൂര്യോദയം കാണുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഒരുതരം നീണ്ട പുല്ലാണ് അവിടെ മുഴുവൻ. അതിൻ്റെ അപ്പുറത്താണ് മീശപ്പുലിമല എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് കേന്ദ്രമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അവിടെ പ്രത്യേകം പാസ് മേടിക്കാതെ പോകാൻ പറ്റുകയില്ല. ഇവിടെ നമ്മൾ തമിഴ്നാടിൻ്റെ വനത്തിൽ കൂടെ നമ്മളെ ജീപ്പേ കൊണ്ടുപോകും. അതിന് പ്രത്യേകം പാസ് എടുക്കണം. അതിന് റേറ്റ് കൂടുതലുമാണ്. ഞങ്ങൾ താമസിച്ച റൂംകാർ തന്നെ ആണ് ഞങ്ങൾക്ക് ജീപ്പെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അതുകൊണ്ടൊരു പ്രയാസവും നേരിട്ടില്ല. നല്ല റൂമും ചുരുങ്ങിയ റേറ്റും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് പോകാനുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ടതില്ല. നേരെ സൂര്യനെല്ലി ടൗണിൽ ചെല്ലുക.
ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗണല്ല, ഒരു കുഞ്ഞു ടൗണാണ്. അവിടം വരെ എല്ലാ വണ്ടിയും പോവുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വഴിയില്ല. ഇതുപോലെ വലിയ മലയാണ്. അവിടെ ചെന്ന് ഒരു റൂം എടുക്കുക, അവിടെ തങ്ങുക. അവർ തന്നെ നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. വെളുപ്പിനെ 4 മണിക്ക് തന്നെ അവർ നമ്മളെ കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ച് 8 മണിയോടുകൂടി തിരിച്ച് നമ്മളെ റൂമിൽ കൊണ്ടാകും. പിന്നെ അവിടുന്ന് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ച് നമ്മൾ മടക്കയാത്ര ആരംഭിക്കുകയാണ്. വളരെ നല്ലൊരു യാത്രയാണിത്. ഇത് എല്ലാവരും ഒന്ന് പോകേണ്ടത് തന്നെയാണ്. എട്ട് കിലോമീറ്ററോളം ദുർഘടം പിടിച്ച പാതയാണ്. അതിലൂടെ വേണം പോകാൻ. ജീപ്പ് മാത്രമേ പോവുള്ളൂ. അവിടുത്തെ ജീപ്പ് മാത്രമേ പോവുള്ളൂ. നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് അനുവദനീയമല്ല. കാരണം അതുപോലത്തെ വഴിയാണ്. പ്രൈവറ്റ് തേയിലത്തോട്ടത്തിൽ കൂടിയുള്ള വഴിയാണ്. പ്രൈവറ്റ് വഴിയാണ്. കുളുക്കുമലയിലെ ചായയ്ക്ക് നല്ല രുചിയാണ്. ഞങ്ങളവിടെ നിന്ന് കുടിച്ച് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതുവരെ കുടിക്കാത്ത ഒരു ടേസ്റ്റാണ് അനുഭവപ്പെട്ടത്. അവിടെ നിന്ന് നമുക്ക് ചായപ്പൊടി മേടിക്കാനും കിട്ടും. ഇത് തിരിച്ചിറങ്ങുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഒരു ജീപ്പിൽ 6 പേരേ കയറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജീപ്പിൽ 6 പേരേ കയറ്റുള്ളൂ. 2300 രൂപയാണ് ഒരു ജീപ്പിൻ്റെ ചാർജ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. നന്ദി.